ഹായ്. നിനക്ക് ഇന്നേലൊന്ന് നേരത്തോന്നൂടെ? അല്ല, അതിനി ബ്ലോക്ക്. പിന്നെ പറയുന്നിട്ട് തോന്നും ഇത് അവസാനത്തെ പോക്കാണ്, ഇനി വരില്ല എന്ന്. അതെ, ഞാനിനി എന്തിനാ വരുന്നേ? അല്ല, അപ്പോൾ നിനക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടേ? എടാ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ പോസ്റ്റ് വഴി വീട്ടിലേക്കാണ് വരിക. അതൊക്കെ വീട്ടിലെത്തിക്കോളും. അപ്പം നീ ഇനി വരികയില്ല? ഇല്ല, എൻ്റെ ക്ലാസ് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പോകും. അതിന് നീ ഇതെങ്ങനെ അറിയാനാ? ക്ലാസ് കഴിഞ്ഞ് എപ്പോഴെങ്കിലും നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? നിന്റെ ഫോൺ നോക്കിയാൽ നിനക്കറിയാലോ. നമുക്ക് ഒരു നല്ല കാപ്പി കുടിക്കാം. ഞാൻ ഇപ്പോൾ എടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇനി നമ്മൾ എന്ന് കാണാന്? നിനക്ക് കാണണമെന്ന് ഞാൻ അവിടെ എത്തില്ലേ, പിന്നെന്താ? ഉവ്വ. അല്ല, പ്ലാൻ എന്താണ്? നീ മാത്രമാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നേ. നമ്മുടെ ഒക്കെ ഇപ്പോൾ ഉള്ളവർ പഠിക്കാനും കോളേജിലൊക്കെ ആയിട്ട് പല വഴിക്ക് തിരിഞ്ഞു. നീ നിന്റെ റൂമും കോളേജും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരുന്നു. എടാ, നമ്മൾ ഇതിനെപ്പറ്റി കുറേ സംസാരിച്ചല്ലേ. എടാ, നിനക്ക് IT ഫീൽഡ് ഇഷ്ടമില്ലെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് അടുത്ത ഫീൽഡ് നോക്കാം. പക്ഷെ അത് കുറച്ചുകൂടിയും വേഗമാവണമെന്നേ ഞാൻ പറയൂ. നീ ഇത്രയും ഇറസ്പോൺസിബിളായി നടക്കരുത്. എടാ, എനിക്കിപ്പോഴും എന്ത് ഡിസിഷൻ എടുക്കേണ്ടതെന്ന് മനസ്സിലായിട്ടില്ലേ. ഇതിനെ പറ്റിയും നമ്മൾ സംസാരിച്ചതാണ്. എടാ, നിനക്ക് നല്ലൊരു ജോബ് സെറ്റായി. അതാ നീ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. നമ്മൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് നിനക്കൊരു PD സെറ്റായി. അതും നീ വേണ്ടാന്ന് വെച്ചു. നിനക്ക് ഫിലിം മേക്കിംഗ് ആണ് ഇൻട്രസ്റ്റ് എന്ന് എനിക്കറിയാം. അത് നീ ട്രൈ പോലും ചെയ്യുന്നില്ല. പിന്നെ നീ എന്തായിരുന്നു ചെയ്യുന്നേ? വെറുതെ ഇരുന്ന് കരിയർ വേസ്റ്റ് ചെയ്യുന്നു. നിൻ്റെ ഈ ഉപദേശം ഒന്ന് നിർത്തുമോ? 2-3 വയസ്സ് നിന്നെ കഴിഞ്ഞ് ചെറുതാന്ന് വെച്ചാൽ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുക. പക്ഷെ നിന്റെ കരിയർ വരുമ്പോൾ നീ അത് ശ്രദ്ധിക്കുന്നില്ല. എടാ, നിന്നെ വിശ്വസിച്ചൊരു കുട്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇനി നിന്റെ കരിയർ സെറ്റാവാൻ അവളും കൂടി വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അത് നീ ഉണ്ടാക്കരുത്. ഇനി നിന്നെ പുറകെ നടന്ന് ബുദ്ധി പറഞ്ഞൊന്നും ഞാൻ ഉണ്ടാവത്തില്ല. ഇനി നമ്മൾ കാണില്ലെന്ന് ആർക്കറിയാം. നീ എന്തിനിങ്ങനെ ഇമോഷണൽ ആവുന്നേ? കുറച്ചൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും. പ്രാക്ടിക്കൽ? എടാ, എല്ലാവർക്കും എപ്പോഴും നിന്നെ പോലെ ഇങ്ങനെ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ പറ്റില്ല. നീ ഇപ്പോൾ ഒരു സേഫ് സോണിലാണ്. നിനക്ക് വേണ്ടപ്പെട്ട എല്ലാവരും നിന്റെ ചുറ്റുമുണ്ട്. നീ ഈ പറയുന്ന വേണ്ടപ്പെട്ടവർ നിന്ന് അകന്നു പോകുമ്പോൾ നീ ഇമോഷണൽ ആവും. ഒരു മിനിറ്റ്.
ഇല്ല. ശരി. അപ്പോൾ ശരി, പോട്ടെ. ഇന്ന് എൻ്റെ കുട്ടിക്ക് ഏത് ലിഫ്റ്റാണ് മേടിക്കേണ്ടത്, ഏത് ലിസ്റ്റാണ് മാച്ച് ആവാ അതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ വരണ്ട. ഞാനേ നല്ല ബിസി ആയിരിക്കും. നല്ലൊരു ചക്കര തരട്ട് വേണം എനിക്കൊന്ന് സെറ്റ് ആവാൻ. ഓഹോ, പിന്നെ ശരി, ഞാൻ ഡ്രോപ്പ് ചെയ്യണം. ഇല്ല വേണ്ട, ലഗേജുകളല്ലേ, നമുക്ക് എത്തിയിട്ട് വിളിക്കാം. ആ ശരി. താങ്ക് യു. ശരി, ടേക്ക് കെയർ. മിസ് യു. നീ കള്ളൊന്നും പറയണ്ട. നിനക്ക് വേണ്ടപ്പെട്ട എല്ലാവരും നിന്റെ ചുറ്റുമുണ്ട്. നീ ഈ പറയുന്ന വേണ്ടപ്പെട്ടവർ നിന്ന് അകന്നു പോകുമ്പോൾ നീ ഇമോഷനാവും. I never truly valued what all she gave to me, but now I can proudly say she was my best friend.